അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഫ്രോക്ക് നൈറ്റി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ നെക്കിൽ ചെറിയൊരു വർക്ക് ചെയ്യുന്നുണ്ട്, കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളർ വെച്ചിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ക്യാൻവാസിൽ ഞാൻ ഇത് ക്യാൻവാസ് തുണിയിൽ സ്റ്റിക്ക് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി 1/2 ഇഞ്ച് വെച്ചിട്ട് നമുക്കത് ഒന്ന് മടക്കി അടിച്ച് ഫിനിഷ് ചെയ്യണം ക്യാൻവാസിൻ്റെ ചുറ്റും. ഓക്കെ, നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ നേരെ സെൻറ്റർ മടക്കി വെച്ചിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് അടയാളപ്പെടുത്താം. അത്രയേ വേണ്ടൂ, സെൻറ്റർ ഒന്ന് അടയാളപ്പെടുത്തുക. നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് സെൻറ്റർ അടയാളപ്പെടുത്തുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഫ്രണ്ട് പീസ് എടുക്കാം. ഫ്രണ്ട് പീസിൽ ഞാൻ കുഴിച്ച് വെട്ടിയിട്ടുണ്ടായിരുന്നില്ല ആം ഹോള്, അപ്പോൾ ഞാനത് കുഴിച്ച് വെട്ടിയതാണ്. ഇപ്പോൾ ഒന്നുമില്ല, 1 ഇഞ്ച് ബാക്കോട്ട് എടുത്തിട്ട് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനത് ചെയ്തിരുന്നില്ലായിരുന്നു, അതുകൊണ്ട് ഞാനിപ്പോൾ ചെയ്തതാണ്. ഇനി നമുക്ക് തുണിയുടെ ചീത്ത വശത്ത് ക്യാൻവാസിൻ്റെ നല്ല വശം ഒപ്പം വരുന്ന രീതിക്ക് ഇങ്ങനെ വെക്കാം. ഓക്കെ, ചീത്ത വശത്തിൻ്റെ മുകളിൽ ക്യാൻവാസിൻ്റെ നല്ല വശം, എന്നാലാണ് തിരിച്ച് അപ്പുറത്തേക്ക് ഇടുമ്പോൾ നല്ല റെഡിയായിട്ട് വരത്തുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് സെൻറ്ററിലൊരു സ്റ്റിച്ച് കൊടുക്കാം. അവിടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്, തെന്നിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്, സെൻറ്ററിലൂടെ സ്റ്റിച്ച് കൊടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ 2 സൈഡിലും അപ്പുറത്തും ഇപ്പുറത്തും വെച്ചിട്ട് നമുക്ക് നേരെ സ്റ്റിച്ച് ചെയ്ത് എങ്ങനെയാണോ നെക്കിൻ്റെ ഷേപ്പ് അതിനനുസരിച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓക്കെ, ക്യാൻവാസിൻ്റെ സൈഡിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത്, ക്യാൻവാസിൻ്റെ മുകളിലായി പോകരുത്. ഓക്കെ, ഇനി നമുക്ക് അത് കട്ട് ചെയ്തെടുക്കാം. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയായിരിക്കും. 1/2 ഇഞ്ച് വെച്ചിട്ട് ക്യാൻവാസിന് ഇപ്പുറം 1/2 ഇഞ്ച് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് ചെറിയ നോച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നോച്ച് കൊടുത്താലാണ് അപ്പുറത്തേക്ക് മറിച്ചിടുമ്പോൾ നമുക്ക് നീറ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ അത് കണ്ടോ, നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ കുറച്ച് ഫ്രണ്ടിൻ്റെ പീസ് കുറച്ച് ഇങ്ങോട്ടേക്ക് കൊടുത്ത് നമുക്കൊരു പൈപ്പിംഗ് പോലെ കിട്ടും, അത് നല്ല ഭംഗി തന്നെയായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ പൈപ്പിംഗ് ഒന്നും ചെയ്യുന്നില്ല, അരുവിന് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് കൊടുക്കുകയാണ്, അറ്റത്ത് സ്റ്റിച്ച് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ട് ഫിനിഷ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബ്ലാക്ക് തുണി കൊണ്ടൊരു പൈപ്പിംഗ് കൊടുക്കാമെന്ന് വിചാരിച്ചു. പ്ലെയിൻ ആകുമ്പോൾ എന്തോ പോലെ ഉണ്ടാവുമല്ലോ എന്ന് വെച്ചാൽ പൈപ്പിംഗ്, അത് നിങ്ങളെ ഇഷ്ടത്തിന് എത്ര വീതിക്ക് വേണമെങ്കിലും പൈപ്പിംഗ് വെക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെറിയൊരു വീതിക്ക്, ഒരു 1/4 ഇഞ്ച് വീതിക്ക് ഞാൻ പൈപ്പിംഗ് കംപ്ലീറ്റ് ആയിട്ട് റൗണ്ടിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ട് വരാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾക്കൊക്കെ വളർന്നു വരാൻ കഴിയും. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ ഞാൻ ഇത് കംപ്ലീറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കിട്ടും, നല്ല നീറ്റായിട്ട് നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. സ്റ്റിച്ച് ചെയ്തിട്ട് നല്ല ഭംഗി തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് ബാക്ക് പാർട്ട് എടുക്കാം. ബാക്ക് പാർട്ടിന് ഞാൻ നെക്ക് കട്ട് ചെയ്തിരുന്നില്ല, കാരണം നമ്മൾ ഫ്രണ്ടിൽ എന്തെങ്കിലും ഡിസൈൻ ചെയ്യുമ്പോൾ അതനുസരിച്ച് നമുക്ക് ബാക്ക് പാർട്ട് പിന്നെ കട്ട് ചെയ്താൽ മതി. അതാകുമ്പോൾ ഷോൾഡറിന് വലിപ്പ ചെറുപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഫ്രണ്ടിലെ ഷോൾഡർ നോക്കിയിട്ട് എത്രയാണോ വേണ്ടത് അതിന് ഒരു 1/4 ഇഞ്ചോ അല്ലെങ്കിൽ ഒരു 1/4 ഇഞ്ച് ഒരു പോയിൻറ്റോ അധികം വെച്ചിട്ട് നമുക്കിവിടെ വെട്ടി എടുക്കാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ട് കൺഫ്യൂഷനാവും. ഓക്കെ, അപ്പോൾ ഞാനത് നോക്കിയിട്ടാണ് ഇപ്പോൾ വെട്ടിയിരിക്കുന്നത്. 3 ഇഞ്ചിലാണ് ഞാൻ ഇറക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് ഇറക്കുക. അങ്ങനെ ബാക്ക് നെക്ക് അങ്ങനെ ഇറക്കുന്നതാണെങ്കിൽ ഷോൾഡർ അതിനനുസരിച്ചിട്ട് ചെയ്യണം, കുറക്കണം. ഓക്കെ, ഞാനിപ്പോൾ ഒന്നുമില്ല, കാരണം 3 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. അത്ര വലിയ കുഴപ്പമുള്ള നെക്ക് ഷോൾഡർ ഇറങ്ങിപ്പോകാനുള്ള ഇതൊന്നുമല്ല. ഓക്കെ, ഇനി നമുക്ക് ഒരു ക്രോസ് പീസ് വെച്ചിട്ട് നമുക്ക് അത് കംപ്ലീറ്റ് ആയിട്ട്
അടിച്ചെടുക്കാം, നെക്ക് കംപ്ലീറ്റ് അടിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് കംപ്ലീറ്റ് നോച്ച് കൊടുക്കാം. കാരണം റൗണ്ട് നെക്ക് ആയതുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് നോച്ച് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ നോച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പതിച്ചടിക്കാം. അതായത് ഈ ക്രോസ് പീസിൻ്റെ മുകളിലേക്കായിരിക്കണം തയ്യൽ തുമ്പ് വരേണ്ടത്. എന്നിട്ട് അതിൻ്റെ അറ്റത്തിട്ടിട്ട് അടിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഫിനിഷായിട്ട് അവിടെ നിന്നോളും. നമുക്കിനി ബുദ്ധിമുട്ടില്ല. ഇനി നമുക്ക് ഫ്രണ്ട് പീസ് എടുത്തിട്ട് സാധാരണ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ ഷോൾഡർ ജോയിൻ ചെയ്യും പോലെ തന്നെ ജോയിൻ ചെയ്യാം. അപ്പോൾ ഞാനിത് ഇങ്ങനെ വെച്ചിട്ട് ക്രോസ് പീസിൻ്റെ ഭാഗം മാറ്റി വെച്ചിട്ട് മറ്റേ 2 ഭാഗം മാത്രം വെച്ചിട്ട് ക്രോസ് പീസിൻ്റെ അടുത്ത് ക്രോസ് പീസ് വരെ മാത്രം വെച്ചിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്യുന്നത്. എങ്ങനെ സ്റ്റിച്ച് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതേ ഉള്ളൂ. ഓക്കെ, ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക. ഷോൾഡറിന് ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം. പിന്നെ സ്ലീവ് അറ്റാച്ച് ചെയ്യുമ്പോഴും നമുക്ക് ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം. എന്നാലേ അവിടെ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഡബിൾ സ്റ്റിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ക്രോസ് പീസാണ് അത് പുറത്തേക്ക് കാണുന്നത് കേട്ടോ. ക്രോസ് പീസാണ് അത് ഉള്ളിലേക്ക് മടക്കി വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ മതി, ഒരു കുഴപ്പമില്ല. എങ്ങനെയായാലും പ്രശ്നമില്ല. അതൊക്കെ നമ്മൾ ഐഡിയക്ക് അനുസരിച്ച് ചെയ്യാവേ വേണ്ടൂ. ഇപ്പോൾ കണ്ടോ, ആ ഒരു ക്രോസ് പീസ് മടക്കി 2ആക്കി മടക്കിയിട്ട് ഒന്നുകൂടെ മടക്കി കഴിഞ്ഞാൽ അവിടെ അത് ഫിനിഷായി. ഇത് നമ്മൾ ആദ്യം ചെയ്യുന്നത് പിന്നെ ചെയ്യുന്നതേ ഉള്ളൂ, രണ്ടാമത് ചെയ്യുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നെക്കിൻ്റെ ഭാഗം അതായത് ഷോൾഡറിൻ്റെ ഭാഗം ഫിനിഷിങ് കിട്ടാത്തവർക്ക് അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടിച്ചെടുക്കാം. കംപ്ലീറ്റ് ആയിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ ഈ കട്ട് കൊടുക്കേണ്ടത് ഇതിനാണ്. ഇങ്ങനെ അടിച്ചെടുക്കുമ്പോൾ നമുക്ക് റൗണ്ടായിട്ട് കിട്ടില്ല. അതിനാണ് നമ്മൾ ഉള്ളിലൊക്കെ കട്ടിങ് കൊടുക്കേണ്ടത്, നോച്ച് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ അത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലീവ് വെക്കണം. അതിനുവേണ്ടി നമുക്ക് സ്ലീവ് റെഡിയാക്കണം. സ്ലീവ് നമ്മൾ പഫ് സ്ലീവ് ആയിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടിയിൽ നമുക്ക് മടക്കിയെടുക്കാം. ഞാൻ 1 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. ആ 1 ഇഞ്ച് മടക്കിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അത്രയും. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് സ്ലീവ് വെക്കണം. അപ്പോൾ പഫ് സ്ലീവ് ആകുമ്പോൾ നമുക്ക് അവിടെയൊക്കെ പ്ലീറ്റ്സ് ഇടണം. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ട്രിക്കാണ്. നമ്മുടെ ബാക്ക് സൈഡ് ഉണ്ട്, അതായത് നമ്മുടെ സീം അലവൻസിൻ്റെ ഭാഗത്ത് നിന്ന് സ്ലീവിൻ്റെ ഭാഗവും കറക്റ്റാക്കി വെച്ചിട്ട് എന്നിട്ട് ഒന്ന് സേഫ്റ്റി പിന്ന് ചെയ്തിട്ടാണെങ്കിലും മതി, അങ്ങനെ പ്ലീറ്റ്സ് ഇട്ടിട്ട് വരിക. ഞാനിപ്പോൾ ഒരു നോട്ട് ചെയ്യുകയാണ് ചെയ്തത്, ഒന്ന് മാർക്ക് ചെയ്തു. ഇനി കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരണം. അങ്ങനെ തന്നെ ഇനി അടുത്ത വശവും ചെയ്തെടുക്കണം. നിങ്ങൾക്ക് എങ്ങനെയാണോ റെഡി ആവുക അതുപോലെ ചെയ്താൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറത്തെ ഇപ്പുറത്തെ 2 സൈഡിലും നല്ല നീറ്റായിട്ട് കറക്റ്റായിട്ട് കിട്ടും. അങ്ങനെയുള്ളൂ, കുഴപ്പമൊന്നുമില്ല. എങ്ങനെയായാലും പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇതാ ഇങ്ങനെ നമ്മളവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ട് എത്രയെങ്കിലും ഒരു അളവ് നോട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഇങ്ങനെ പ്ലീറ്റ്സ് ഇട്ട് ആ നോട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും പ്ലീറ്റ്സ് കംപ്ലീറ്റ് കഴിയുന്ന രീതിക്ക് നമ്മൾ പ്ലീറ്റ്സ് ഇട്ടിട്ട് വരണം. അത്രയേ ഉള്ളൂ. അപ്പോൾ കറക്റ്റായിട്ട് നല്ല നീറ്റായിട്ട് വരും. ഓക്കെ, ഇനി ബാക്കി ഭാഗത്തേക്ക് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്താൽ മാത്രം മതി. കണ്ട, കംപ്ലീറ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഡബിൾ സ്റ്റിച്ച് ചെയ്യണം. അതെന്തായാലും മസ്റ്റാണ്. ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം സ്ലീവിന്. ഓക്കെ, അങ്ങനെ 2 സ്ലീവും നല്ല നീറ്റായിട്ട് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഞാൻ ഇതിൻ്റെ പഫ് സ്ലീവിൻ്റെ വേറെ തന്നെ വീഡിയോ ആക്കിയിട്ടൊക്കെ ഇടാം, കുഴപ്പമില്ല. ഓക്കെ, ഇനി നമുക്ക് സാധാരണ ചെയ്യും പോലെ തന്നെ സൈഡ് ഫിറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് സ്ലീവ് 2ഉം ചേർത്ത് വെച്ചിട്ട് അതിൻ്റെ അളവ് നോട്ട് ചെയ്തിട്ട് നമ്മൾ ബാക്കിയുള്ള അളവുകളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ അത് വെച്ച് താഴെ വരെ അടിച്ചെടുത്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ഞാൻ താഴെ വരെ അടിച്ചെടുക്കട്ടെ. അപ്പോൾ ഒരു വശത്ത് താഴെ വരെ അടിച്ചെടുക്കുക, മറുവശത്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു 3 ഇഞ്ച് താഴെ ഭാഗത്തേക്ക് ഒരു 3 ഇഞ്ച് മുകളിൽ വെച്ച്
സ്റ്റിച്ചിങ് നിർത്തണം കേട്ടോ. ഒരു 3-4 ഇഞ്ച് മുകളിൽ വെച്ച് സ്റ്റിച്ച് നിർത്തണം. ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്ലീറ്റ്സ് ഇടണം. പ്ലീറ്റ്സ് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലീറ്റ്സ് ഇടാൻ പീസ് മുറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. എന്നിട്ട് അതിന് ശേഷം നമ്മൾ പ്ലീറ്റ്സിൻ്റെ അടിഭാഗം മടക്കി അടിക്കുക. മടക്കി അടിച്ചതിന് ശേഷം നമുക്കത് നമ്മുടെ നൈറ്റിയിലേക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. അങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞ ഒരു 3 ഇഞ്ചോ 4 ഇഞ്ചോ ഒരു സൈഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്യാതെ വിട്ട് കഴിഞ്ഞാൽ ആ സൈഡ് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാം. ആ സൈഡിൽ നിന്ന് അടുത്ത സൈഡ് വരെ പ്ലീറ്റ്സ് ഇട്ട് വരണം. ചെറിയ പ്ലീറ്റ്സ് ആണോ വലിയ പ്ലീറ്റ്സ് ആണോ അതൊക്കെ നിങ്ങൾ ഇഷ്ടത്തിന് പ്ലീറ്റ്സ് ഇടാം. അതല്ല ആദ്യം തന്നെ പ്ലീറ്റ്സ് ഇട്ടിട്ട് കണക്കാക്കിയിട്ട് ലെങ്ത്ത് കണക്കാക്കിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതാണ്. അങ്ങനെയായാലും മതി, കുഴപ്പമൊന്നുമില്ല. ഇതാകുമ്പോൾ ഒറ്റ ഇരിപ്പിൽ പണിയെല്ലാം തീരും. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ റിസൾട്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വേഗം കാണാം. ബൈ.